പിടിച്ച മീനെ എങ്ങോട്ട് കിട്ടിയ ഇതാണ് നമ്മൾ മീൻ കൊടുക്കുമ്പോൾ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. നമ്മൾ ഇന്ന് പാർട്ട് 2 അടുത്ത മീൻ പിടിക്കാൻ പോകണം ഗൈസ്. അപ്പോൾ ചെറിയൊരു പോസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ കൂട്ടുകാരൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഏകദേശം ഇപ്പോൾ അരമണിക്കൂറായി വെയിറ്റ് ചെയ്തത്. അവനും കൂടെ വന്നാലേ നമുക്കിനി പോയി കാസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം മീൻ 2 കിട്ടിയുള്ളൂ. ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ മീനെ പിടിക്കണം. എന്നാൽ നമുക്ക് വീട്ടിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ ഗൈസ്. പോയിട്ട് വരാം. Sunlight dances where fish might stay. The rod is steady, the breeze is light. This is the place where it feels just right. The line goes taut, it's a gentle pull. Patience is key when the ഗൈസ്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വിചാരിച്ചേ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ചെറിയൊരു പനി കൊണ്ടിരിക്കും, എന്തായാലും കുഴപ്പമില്ല. ഇന്നെങ്കിലും മീൻ കിട്ടുമെന്ന് പ്രതീക്ഷയിലാണ് ഞങ്ങൾ അലൻ സാർ ഞങ്ങൾ ഇത് കൊണ്ടുപോകുന്നത്. അലൻ സാർ ഇന്നത്തെ ഫുഡെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫുഡാണ് ഞങ്ങൾ മീൻ കൊടുക്കാൻ പോകുന്നത്. ശർക്കരയൊക്കെ ഉണ്ടെന്നാണ് അലൻ സാർ പറഞ്ഞത്. ശർക്കരയിൽ എന്തോ കരിമീൻ കൊത്തുമെന്നൊക്കെ അലൻ സാർ പറയുന്നുണ്ടായിരുന്നു. കൊത്തിയാൽ മതിയായിരുന്നു. അലൻ സാർ പയ്യൻ വലിയ നടന്നോണ്ടിരിക്കുകയാണ്. അലൻ സാർ കിട്ടുമോ ദ്വാർക്കറിയാം, കിട്ടിയാൽ മതിയായിരുന്നു. ഇനി ഇവിടെ വെള്ളം നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തെന്നലുമുണ്ട്. നമുക്ക് പോയിട്ട് പരിപാടി തുടങ്ങാം ഗൈസ്. പൊന്നളിതാണ് നമ്മൾ മീൻ കൊടുക്കുമ്പോൾ തീറ്റ. അടി ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ശർക്കര, പിന്നെ ഇത് നമ്മുടെ സ്പൈഡർ കുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ അടിക്കകത്തോട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്യുമല്ലേ? ഇത് തുരുമ്പിച്ചല്ലടാ. ഇല്ലല്ലേ, മീൻ സെപ്റ്റിക്ക് അടിക്കുമോ? സെറ്റ് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കാം. താങ്കൾ സെറ്റ് ചെയ്യണം. ഞാനാ സെറ്റ് ചെയ്യുന്ന, ഞാനേ സെറ്റ് ചെയ്തു. ആദ്യത്തെ താങ്കളുടെ സെറ്റിംഗ് അനുസരിച്ച് ഇതുകൊണ്ടാര് മാവില്ലേ എടുക്കുക. ഇതിൻ്റെ ഇതിനകത്തേക്ക് കുത്തിക്കയറ്റുക. ഓക്കെ, സ്പ്രിങ് കവർ ചെയ്യാൻ കുത്തിക്കയറ്റുള്ളൂ. ഷെട്ടി കയറ്റിയില്ലേ? നല്ലപോലെ ആയിട്ടില്ല. പിന്നെ ഇതൊക്കെയാണ് കൊളുത്ത് മൂക്കി കയറരുത്. ഓ, വട്ടിയുടെ കിടപ്പിൽ കിട്ടിയാൽ മതി എനിക്ക്. കിട്ടും കിട്ടും. ചുരുട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര മതിയാ? ഈ ചൂണ്ടയിൽ ഈ ചൂണ്ട ഈ മാവിൻ്റെ അകത്തോട്ട് കയറ്റണം. എങ്ങനെ? ഇങ്ങനെ കാണിച്ചു തരാം. ഒളിപ്പിച്ച് വയ്ക്കും. ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കണം. കണ്ടോ? അപ്പോൾ ഈ മീൻ വന്ന് ഈ മാവ് കഴിക്കാൻ നേരത്തെ ഇതിനകത്തൊന്ന് മുട്ടുമല്ലേ? യെസ്. അലൻ സാറിൻ്റെ ബുദ്ധി റോക്കറ്റ് അല്ല എൻ്റെ ഇല്ല. അതിനൊക്കെ ഇതിന് നല്ല മീനൊക്കെ കിട്ടിയിട്ടുണ്ടോ? സത്യം പറയണേ. തീർച്ചയായും. ഏതൊക്കെ കിട്ടിയിട്ടുണ്ട്? അത്യാവശ്യം മെയിനായിട്ട് കിട്ടുന്ന മറ്റേ ഇതാ തൂളി. തൂളി കിട്ടത്തുള്ളൂ. തൂളിക്ക് ഭയങ്കര ടേസ്റ്റാണല്ലോ. ടേസ്റ്റാണ്. അലൻ സാറ് തൂളി സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ കരിമീനൊന്നും കിട്ടിയിട്ടില്ല. കരിമീൻ കിട്ടാറുണ്ട്. ഭാഗ്യം പോലെ ഇരിക്കും. ആരുടെ ഭാഗ്യം? മീനിൻ്റെ ഭാഗ്യമാണ് നമ്മുടെ ഭാഗ്യമാണ്? മീനിൻ്റെ ഭാഗ്യക്കേട് നമ്മുടെ ഭാഗ്യം. വളരെ നോക്കാം. അതിൻ്റെ കൈ പൂക്കുന്നുണ്ട്. പൈസ ഈ കൊളുത്തെടുക്കുക, മീൻ കാളതിനകത്തോട് ഒളിപ്പിച്ച് വെക്കുക. അങ്ങനെയല്ലേടാ? ഈ ഹുക്ക് തിരിഞ്ഞു വരട്ടെ, ഇങ്ങനെ വരട്ടെ. എങ്ങനെ? ഹുക്ക് പുറത്തോട്ട് ഇങ്ങനെ? യെസ്. ഓ, ഐ സി. ഇപ്പോൾ ഹുക്കിങ്ങനെ പുറത്തോട്ട് വരണം. അൽസാർ എനിക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുവാണേ. ഒറ്റ തന്നെ വെക്കണമെന്നില്ല, ഇങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങോട്ട് കിട്ടും. എങ്ങനെയാണ്?
ഇതെങ്ങനെ വെച്ചിട്ട് ഓക്കെ തിരിച്ച് ഡോണ്ട് വറി ശരിയാക്കാം. ശരിയായി. ശരിയായി ഇല്ല. ആ ഇനി ഞാൻ പറയാം നേരെ വെച്ചേ ഇങ്ങനെ എന്നിട്ട് ഇത് ഷിറ്റ് ഈ നൂല് ഇങ്ങനെ പിടിക്കുക വലിക്കുക. ഇപ്പോൾ നേരെയായി. ഈ ഹുക്ക് ഇങ്ങനെ ഇട്ട് കയറ്റുക. ഹുക്കിങ്ങനെ കയറ്റണോ? ഓക്കെ. അങ്ങനെ കയറ്റുക. നൂല് ടൈറ്റ് ആക്കണം. ഹുക്കിനൊന്ന് കയറ്റണം. കയറ്റുക. പുള്ളിയൊരു തൂളി സ്പെഷ്യലിസ്റ്റ് ആട്ടോ. പെട്ടക്കെണ്ണുണ്ടോ നമ്മൾ തീറ്റ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തീറ്റ ഇങ്ങനെ ഇരിക്കും കേട്ടോ. മറ്റേ ഓട്സ്, ശർക്കര, വേറെ എന്ത് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട് കേട്ടോ. പുഷ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിന്ന് കൊളുത്തുമ്പോൾ കിലുക്കം അടിക്കും. അപ്പോൾ നമ്മൾ വലിച്ച് കയറ്റിക്ക് വേണം. ഓക്കെ. തൂളി രാജാവ് അലക്സ. ഓക്കെ. This is the place where it feels just right. The line goes taut, it's a gentle pull. Patience is key when the lake is full. Birds are singing, the world feels calm. Casting my troubles like a soothing. ഇനി നമുക്ക് നമ്മുടെ ചെറിയ ചൂണ്ടയിടാൻ വേണ്ടി നമുക്ക് കുറച്ച് വേരേനെ വേണം കഴിച്ചു. മലയാളം ഇവിടെ ഭയങ്കര ചെളിയാണല്ലോ. വെള്ളത്തിൻ്റെ അടി കാണും, അല്ല മണ്ണിൻ്റെ അടി കാണും. ഇവിടെ ഫുള്ള് ചെളിയാണ്. അപ്പം ഇതിൻ്റെ അടിയിൽ നമുക്ക് വിരേനെ കിട്ടും. ആ വിര വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ മീനെ തൂക്കാം. വിര ഇട്ട് കഴിക്കുകയാണെങ്കിൽ കൺഫേമായിട്ടും മീനെ കിട്ടുമല്ലോ സാർ. അത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ടിക്കറ്റ് വിട്ട് കിട്ടുവാടി, കിട്ടുവാ. ചെയ്യണ്ട. വരുന്നുണ്ട്. ഒളിച്ചിരിക്കുന്ന വാടാ. ഞാൻ വരുന്നുണ്ട്. പൈസ നമുക്ക് അങ്ങനെ ഒരു പേരെ കിട്ടിയിട്ടുണ്ട്. ഒരു 10-12 പേരെ കിട്ടുന്ന സെറ്റായിരുന്നു. എല്ലാം നല്ല സൈസുള്ള വില വേണമല്ലോ സാർ. നമുക്ക് സൈസുള്ള വില കിട്ടുവാണെങ്കിൽ നമുക്ക് സൈസുള്ള മീനെ കിട്ടും ചിലപ്പോൾ, അല്ലേ സാർ? തീർച്ചയായും കിട്ടേണ്ടതാണ്. കിട്ടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ മറ്റേ വിരയിട്ട് പിടിച്ചപ്പോഴത്തേക്ക് നമുക്ക് 2 കുഞ്ഞിനെ കിട്ടിയിരുന്നു. ഈ പ്രാവശ്യം അതുകൊണ്ട് കിട്ടേണ്ടതാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരുപാട് പേര് കാസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് പോസ്റ്റ് ഉണ്ട് കിട്ടാനായിട്ട്. അങ്ങനെ അടുത്ത സ്പോട്ടിൽ പോയിട്ട് നമുക്ക് വരേണ്ട നോക്കാം. ഭയങ്കര ഹാർഡ് വർക്കാണ് സാർ. പണ്ടേപോലെ വരെയൊന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. സാർ ഡെഡിക്കേറ്റഡ് ആണ്, ഹാർഡ് വർക്കാണ്. ഒരു വരാം സാർ. ഇവിടെ നല്ല കാറ്റുള്ളതുകൊണ്ട് കൊള്ളാം കേട്ടോ. വൈബ്. പനി കോപ്പില്ലായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. പനി മാറണം. പനി മാറി പുറത്തോട്ടിറങ്ങാൻ പറ്റുള്ളൂ. മഴ തന്നെ ഞാൻ ജിമ്മിൽ പോയതാവല്ലേ. കുഴപ്പമില്ല. കുറച്ച് അത്യാവശ്യം വരെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വരെ വെച്ചിട്ട് നമുക്ക് കുറച്ച് മീനെ പിടിക്കണം. ഓക്കെ. നമ്മുടെ ചെറിയ കാസ്റ്റിംഗ് അടി. ഇത് പോൾ റോഡല്ലേ? ഇതാണ് നമ്മൾ പോൾ റോഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. സാറിൻ്റെ വേറെ ഇടാൻ പോകും. വലുതന്നെ ഇട്ടോ, മുഴുത്തന്നെ ഇട്ടോ. നല്ല മീനത്തിനെ കിട്ടണം. വേറെ എണ്ണ കൂടെ ഇട്ട് ഇട്ടോ. പേടിയില്ലല്ലോ. എന്തിനാണ് പേടിക്കുന്നതല്ലേ? ഓക്കെ, ഞാൻ പൂട്ടിട്ട് വരാം.
whispers and the stillness. ഇനി പോയിട്ടോ. നമുക്കിനി വെയിറ്റ് ചെയ്യാം. പക്ഷെ കാസ്റ്റ് ചെയ്ത് മീനെ മരത്തി ഇട്ട് കേട്ടോ. ഇതെന്ത് മീനാണ് ഇത്? പരതി. നിങ്ങൾ അലസാർ ഇത് പൊക്കി എടുക്കുക തെങ്ങിൻ്റെ ഉള്ളിൽ. ഇതെങ്ങനെ കയറിയടാ? ഇതെങ്ങനെ എടുക്കണേ? നിങ്ങളുടെ നാടുന്നുണ്ടോ സാർ? പാടാ പാടാ. ഇങ്ങനെ പിടിക്കാൻ പാടില്ല. അടിച്ച് വീട്ടിലോട്ട് ഇട്ടല്ലോടാ. ഫ്രീ ആയിട്ട് ഫ്ലൈറ്റ് മീൻ ലയറിലോട്ട് കയറ്റിയാട്ടെ ഞാൻ. നീ പൊങ്ങി വാ. എറിഞ്ഞിട്ടല്ല ആ മീനെ വിട്ടാലാടാ. കളല്ലേ പോയെന്ന് തോന്നല്ലേ? ചത്തു മീൻ ചത്തിട്ട കിടക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ മീനെ പിടിക്കുന്നുണ്ട്. ഇതൊരു പാടമാണല്ലോ. ആരും ഇതേപോലെ മീൻ പിടിക്കാൻ ട്രൈ ചെയ്യുന്നു. ടാസ്ക്കാണ്. വെള്ളത്തിൽ കിടക്കുന്ന മീൻ മരത്തിന്റെ വീട്ടിലായിരുന്നു. വാ 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 മീൻ വാ. അവസാനം നമ്മൾ മരത്തിന്റെ മീൻ നീ മീൻ നമ്മൾ എടുത്തിട്ടുണ്ട്. മീൻ ചത്തുപോയി കേട്ടാ. മീൻ്റെ വായിരിക്കുന്ന ഇരിപ്പ് പരൻ പരനാണ് പരൻ. ഓക്കെ ഇനി ഇതേപോലെ ഒരു മീൻ ട്രൈ ചെയ്തു കേട്ടാ. ഓക്കെ Out on the water, the ripples play. Sunlight dances where fish might stay. The rod is steady, the breeze is light. This is the place where it feels just right. The line goes taut, it's a gentle pull. Patience is key when the lake is full. Birds are singing, the world feels calm. Casting my troubles like a soothing balm. Gone fishing where the quiet hums, where the river whispers and the stillness comes. A melody of nature, a song untold. Moments like these are worth their weight in gold. The reel spins slow as the water flows, the rhythm of life in the way it shows. A bobber dips, then it softly sways. The simple joy of this tranquil day. each cast a story, each splash a dream. In the morning glow or the sunset gleam. No rush, no hurry, just time to breathe. A gentle escape in the water. Gone fishing where the whispers and കൊട്ടയാണെങ്കിൽ കിട്ടി കിട്ടിയാ? അങ്ങനെ പിടിക്കല്ലോ. പോയടാ. ആ കൊട്ട എടുത്താൽ മതിയായിരുന്നു. പോയടാ. സാർ പുള്ളിയുടെ ഏകദേശം ഒരു 4 കിലോടത്തോളം മീനുണ്ടായിരുന്നു തീർച്ചയായും. പക്ഷെ പുള്ളി ചെയ്യിലേക്ക് കൈപിടിച്ചപ്പോൾ മീൻ ബാലൻസ് തെറ്റിപ്പോയി. കളി കിട്ടി, മീൻ പോയി. കുഴപ്പമില്ല, മീൻ ട്രൈ ചെയ്താൽ കിട്ടും പുള്ളിക്ക്. രോഹുവാണ്. ഏകദേശം 4.5 കിലോ ഉണ്ടായിരുന്നു മീൻ. ചുമന്നൊക്കെ ഇരിക്കുന്നു.